എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1200-ാം ആണ്ട് കൊല്ലവർഷ ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 9-ലും 10-ലുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു വർഷമാണ്. ശനി 6-ലും 7-ലും സഞ്ചരിക്കുന്നു. രാഹു 7-ലും 6-ലും സഞ്ചരിക്കുന്ന കാലയളവുമാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷഫലമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് 1200-ാം ആണ്ടിൽ സംഭവ്യമാകുന്നത്. സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും എല്ലാം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സന്താന ഗുണം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സന്താനങ്ങളില്ലാത്തവരെ സംബന്ധിച്ച് സന്താനം ഉണ്ടാകുവാനും സന്താനങ്ങളുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ജോലി ലഭിക്കുക, വിവാഹം നടക്കുക, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ നല്ല രീതിയിൽ ചേരാൻ കഴിയുന്നതൊക്കെ ഒരു സമയമാണ്. പല വിധത്തിലും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടാനും വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ്. കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. പൊതുവിൽ ഈ രാശിക്കാരുടെ ചെറിയ ചെറിയ തടസ്സങ്ങളും മനക്ലേശങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിലേക്കായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും.